ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തി ആരാ? ഒന്നുകിൽ നിങ്ങളുടെ രക്ഷിതാക്കള്, അതും അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും, അതും അല്ലെങ്കിൽ സഹോദരങ്ങൾ, അതും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭർത്താവോ ഭാര്യയോ മക്കളോ കാമുകനോ കാമുകയുണ്ട് അവരാരേലുമോ, ഇവരിൽ ആരേലും ഒരാളെ ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കല്. ഞാൻ പറയുന്നു, അവരെ ഒന്നും നിങ്ങൾ അധികത്തിൽ സ്നേഹിക്കേണ്ട കാര്യമില്ല. ഒരു ലിമിറ്റ് വെക്കുക. ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് നിങ്ങൾ അവരെ സ്നേഹിക്കാതിരിക്കുക. അവര് തിരിച്ചിങ്ങോട്ട് നമ്മളെ സ്നേഹിക്കുന്നത് ഒരു ലിമിറ്റ് വെച്ചിട്ടായിരിക്കും. നമ്മൾ കൊടുക്കുന്ന സ്നേഹം അത്രത്തോളം ഇല്ലെങ്കിൽ അതിന്റെ പകുതിക്കെങ്കിലും അവർക്ക് നമുക്ക് തിരിച്ചു തരാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവിടെ തകർന്നു പോകുന്നത് നമ്മളാണ്. നമ്മൾ സ്നേഹം അങ്ങോട്ട് കൊടുക്കുമ്പോൾ നമ്മൾ തിരിച്ചത് കിട്ടും എന്നുള്ള പ്രതീക്ഷയോടായിരിക്കും ഒരാൾക്ക് നമ്മൾ സ്നേഹം കൊടുക്കും. സ്നേഹം കിട്ടുന്നിടത്തല്ലേ ആരും നിലനിൽക്കൂ, സ്നേഹം ഇല്ലാത്തടത്ത് ആരെയും നിലനിൽക്കുമോ? അപ്പം നമ്മൾ കൊടുക്കുന്ന എന്തിനാ നമുക്ക് തിരിച്ച് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അത് കിട്ടാതെ വരുമ്പോൾ നമ്മൾ തകർന്നു പോകും. അതുകൊണ്ട് എന്താ ചെയ്യുക, നമ്മൾ ഒരു ലിമിറ്റ് വെക്കുക. അപ്പൊ ചോദിക്കും പിന്നെ നമ്മൾ ആരെയും സ്നേഹിക്കില്ലെന്ന്. നമ്മൾ ആരെയും സ്നേഹിക്കില്ല? നമുക്ക് സ്നേഹിക്കുന്ന ഒരാളില്ലേ? അപ്പോൾ നമ്മളെ കണ്ടെത്താത്തതല്ലേ കുഴപ്പം. നമുക്ക് സ്നേഹിക്കുന്ന ഒരാളുണ്ട്. അതാരാ? ആരാന്ന് പറയാവോ? നമ്മൾ സ്നേഹിക്കുന്നത് നമ്മളെ തന്നെ. നമുക്ക് സ്നേഹിക്കാൻ നമ്മളേ ഉള്ളൂ. നമ്മൾ സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും നമ്മൾ സ്നേഹിക്കുന്നത് പോലെ നമ്മളെ വേറൊരാളെ സ്നേഹിക്കത്തില്ല. അച്ഛനമ്മമാർക്കിടയിൽ പോലും ചില അച്ഛനമ്മമാർക്ക് ചില മക്കളോടായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം. ചിലവർ സമൂഹം ഒന്ന് കണ്ടാലും ചില കാര്യങ്ങൾക്കൊക്കെ ചില മക്കളെയൊക്കെ അച്ഛനമ്മമാർ വഴക്ക് പറയില്ലേ? വഴക്ക് പറയില്ലല്ല, ഒരു ഇതുണ്ട്. ചില അച്ഛനമ്മമാര് ലെവലായിരിക്കും, ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേങ്കില് അത് നമ്മുടെ കൂടപ്പറപ്പുകൾക്കിടയിലായാലും നമ്മുടെ ഫ്രണ്ട്ഷിപ്പിലായാലും എല്ലാം ഉണ്ട്. ഏറ്റക്കുറച്ചിലുകൾ സ്നേഹത്തിലും ഉണ്ട്. പക്ഷെ നമ്മളെ സ്നേഹിക്കുന്ന കാണാം. നമ്മളൊരു വസ്ത്രം എടുക്കാൻ പോയാൽ നമുക്ക് ഇണങ്ങുമോ എന്നൊക്കെ നോക്കിയിട്ടൊക്കെ നമ്മൾ എടുക്കത്തുള്ളൂ. ഇല്ല, നമുക്കിത് ഇട്ടാൽ ചേരുമോ, നമുക്ക് ചേരുമെന്ന് ഉറപ്പായാൽ മാത്രമേ നമ്മളത് എടുക്കത്തുള്ളൂ. അഥവാ ആരെങ്കിലും വാങ്ങി തന്നാൽ നമ്മളത് എടുത്തതുള്ളൂ. ഒരു പൊട്ടോ കമ്മലോ മാലയോ ഷർട്ടോ എന്തോ ആയിക്കോട്ടെ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് നമുക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളത് ഉപയോഗിക്കാറില്ല. അതെന്തുകൊണ്ടാ? നമുക്ക് നമ്മളെ ഇഷ്ടമായതുകൊണ്ടല്ലേ നമ്മളങ്ങനെ ചെയ്യുന്നത്. ആ ഇഷ്ടം നമ്മൾ ഒരുപാടായിട്ട് നമ്മളിൽ നിന്ന് സ്നേഹിച്ച് നോക്കിയേ, അടിപൊളിയാ, സൂപ്പർ എന്ന് പറഞ്ഞ സൂപ്പറാ. മറ്റുള്ളവർ സ്നേഹിക്കണ്ട എന്നല്ല, അതിനൊരു ലിമിറ്റ് വെക്കാം. കാരണം അത് തിരിച്ചു കിട്ടുന്നതിൽ കുറവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വിഷമമാവും. നമ്മളെ സ്നേഹിക്കാം. നമ്മളെ സ്നേഹിക്കാൻ നമ്മളേ ഉള്ളൂ. എന്താച്ചാ നമുക്കൊരു വിഷയം ഉണ്ടായാൽ, ഒരു പ്രശ്നം ഉണ്ടായാൽ അതിൽ പരിഹരിക്കില്ല നമ്മൾ മാത്രം. ആരൊക്കെ നമുക്ക് ചുറ്റി വരുന്ന അഭിപ്രായം പറഞ്ഞാലും നമ്മളൊന്ന് ആലോചിക്കും. അവരെടുത്ത അഭിപ്രായം നമുക്ക് സ്വീകരിക്കണോ വേണ്ടായോ എന്നൊക്കെ നമ്മൾ ആലോചിച്ചിട്ട് നമുക്ക് മനസ്സിൽ തട്ടിയ കാര്യങ്ങൾ മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. ഇല്ലേ? അത് നമ്മൾ മനസ്സുകൊണ്ട് ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ അവരെ മറ്റൊരു വ്യക്തിയുടെ അഭിപ്രായത്തെ നമ്മൾ മാനിക്കുകയും എടുക്കുകയും ചെയ്യത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എടുക്കത്തില്ല. ഇല്ലേ? അപ്പൊ പിന്നെ നമുക്ക് നമ്മളോടല്ലേ സ്നേഹം കൂടുതൽ. അത് നിങ്ങൾ പ്രകടമായിട്ടൊന്ന് സ്നേഹിച്ചു നോക്കിയേ. മറ്റൊരു സ്നേഹത്തിന്റെ പുറകെ നിങ്ങൾ പോകാൻ തോന്നത്തില്ല എന്നല്ല, അതിനൊരു ലിമിറ്റ് ഉണ്ടായിരിക്കും. ഉറപ്പായിട്ട് ഒരാള് നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്നില്ല എന്ന് തോന്നിയാലും നിങ്ങൾക്ക് അവിടെ ഒരു വിഷമം വരുത്തില്ല. കാരണം ഞാൻ ഹാപ്പിയാണ്, ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് എൻ്റെ ലൈഫ്. അങ്ങനെ തന്നെ നിങ്ങൾ വിചാരിച്ചു. ശരിയല്ലേ?